ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലോകേഷ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ നേരത്തെ നാരായൺ വെളിപ്പെടുത്തിയ LCV ഷോർട്ട് ഫിലിം 100% ഉറപ്പിച്ചിരിക്കുകയാണ്. ലിയോ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം ഒരു ഗ്യാപ്പിൽ 15-20 ദിവസങ്ങൾ കൊണ്ടാണ് LCVന് വേണ്ടി ഒരു ഷോർട്ട് ഫിലിം ചെയ്തത് എന്നും അതിന്റെ അപ്ഡേറ്റ് അടുത്ത 1-2 ആഴ്ചകൾക്കിടയിൽ ഒഫീഷ്യലായിട്ട് വരുമെന്നും അതിൽ അനിരുദ്ധ വോയിസ് ഓവർ നൽകുന്നുണ്ട് എന്ന് കൂടിയാണ് ലോകേഷ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 25-30 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിം ആയിരിക്കും പുറത്തുവരിക. നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരിക്കും ഷോർട്ട് ഫിലിം പുറത്തുവരിക. അതേസമയം ലോകേഷ് ഇനി സംവിധാനം ചെയ്യാനിരിക്കുന്ന സിനിമയാണല്ലോ തലൈവർ. രജനികാന്ത് നായകനായി എത്തുന്ന T171 ചിത്രത്തിൽ ഇതിനോടകം തന്നെ ഒരുപാട് താരങ്ങളുടെ പേരുകൾ നാം കേട്ടുകഴിഞ്ഞതാണ്. രജനികാന്ത് നായകനായി എത്തുന്ന സിനിമയിൽ ഷാറുഖ് ഖാൻ, പൃഥ്വിരാജ് സുകുമാരൻ, മമ്മൂക്ക, ശിവകാർത്തികേയൻ, രൺവീർ സിംഗ് തുടങ്ങിയ നിരവധി പേരുകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കിടയിലായിരുന്നു ഷാറുഖ് ഖാന്റെ റൂമറുകളെല്ലാം തന്നെ വന്നത്. ഇപ്പോഴത്തെ ഷാറുഖ് ഖാൻ ഈ തലൈവർ 171 എന്ന സിനിമയിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. സമീപകാലത്ത് ടൈഗർ 3, റോക്കട്രി, ബ്രഹ്മാസ്ത്ര തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ കാമിയോ ചെയ്തതുകൊണ്ട് ഇനി അടുത്ത കാലത്ത് സ്റ്റാൻഡ് അലോൺ സിനിമകൾ ചെയ്യാനായിട്ടാണ് താല്പര്യം. കാമിയോ റോളുകളോട് താല്പര്യമില്ല എന്നാണ് SRK അറിയിച്ചിരിക്കുന്നത്. രൺവീർ സിംഗിനെയാണ് SRKക്ക് പകരം നിലവിൽ അണിയറ പ്രവർത്തകർ സമീപിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ മമ്മൂക്ക തന്നെ പറഞ്ഞതാണ് സിനിമയിൽ താനില്ല, തന്നെ വിളിച്ചിട്ടില്ല എന്നൊക്കെ. ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂക്ക T171 എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ഡേറ്റ് ഇഷ്യൂസ് കാരണം ഉണ്ടാകാൻ സാധ്യതകളില്ല എന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ മമ്മൂക്കയുടെ ബ്രഹ്മയുഗം ഫെബ്രുവരി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്നുവെന്ന റൂമറുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ റൂമറുകൾ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ബസൂക്ക ഫെബ്രുവരി മാസമില്ല. ബസൂക്കയ്ക്കും ടർബോയ്ക്കും മുന്നേ 2024 നായകനായി എത്തുന്ന മമ്മൂക്കയുടെ ആദ്യ സിനിമ, മലയാളം സിനിമ, അത് ബ്രഹ്മയുഗമായിരിക്കും എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഹൊറർ ത്രില്ലർ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾ ഈ മാസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 2023 ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട മലയാളം സിനിമയായിട്ട് കാപ്പ മാറിയിരിക്കുകയാണ്. പൃഥ്വിരാജ് നായകനെത്തിയ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമ കഴിഞ്ഞ വർഷം ഇതേ സമയം ഡിസംബറിലായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയത്. ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ, ഏകദേശം 49 ലക്ഷം ഹവേഴ്സ് വ്യൂസ് ആണ് നെറ്റ്ഫ്ലിക്സിലൂടെ കാപ്പ നേടിയെടുത്തിരിക്കുന്നത്. മലയാളത്തിൽ കാപ്പയാണെങ്കിൽ തെലുഗു ഭാഷയിൽ അത് ദസറ എന്ന നാനി നായകനെത്തിയ സിനിമയാണ് നെറ്റ്ഫ്ലിക്സിൽ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടിരിക്കുന്നത്. തമിഴിൽ അത് ഗാട്ട ഗുസ്തിയാണ്. വോയിസ് ഓഫ് സത്യനാഥൻ ദിലീപിന്റെ തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണല്ലോ. ചിത്രം നാളെ ഡിസംബർ 17-ാം തീയതി വൈകിട്ട് 6 മണിക്ക് മഴവിൽ മനോരമയിൽ ആദ്യ ടെലിവിഷൻ പ്രീമിയറിനായിട്ട് ഒരുങ്ങുകയാണ്. നാളെ തന്നെ മറ്റൊരു മലയാളം സിനിമ കൂടി ടെലിവിഷൻ പ്രീമിയറിനായിട്ട് ഒരുങ്ങുകയാണ്. ഈ വർഷത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത രണ്ടാമത്തെ മലയാളം സിനിമയാണല്ലോ RDX. ചിത്രം ഏഷ്യാനെറ്റിൽ നാളെ ഡിസംബർ 17-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 7 മണിക്ക് സംപ്രേഷണം ചെയ്യുന്നതാണ്. സിനിമകളുടെ TRP എല്ലാം തന്നെ ഒരാഴ്ച കഴിഞ്ഞ് അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. 2024 ആദ്യത്തെ പ്രധാനപ്പെട്ട മലയാളം റിലീസാണല്ലോ അബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടേത്. ജയറാം നായകനെത്തുന്ന മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന സിനിമ ജനുവരി 11 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ചിത്രത്തിന്റെ ടീസർ ട്രെയിലർ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ടീസർ വരുന്ന ക്രിസ്മസ് പ്രമാണിച്ചും അതിനുശേഷം ജനുവരിയിലെ ആദ്യ ആഴ്ച ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കാനായിട്ടാണ് അണിയറ പ്രവർത്തകരുടെ പ്ലാൻ. അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട് കാത്തിരിക്കൂ.